ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ മനീഷിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ മനീഷ് വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് വന്നിരിക്കുന്നത്. മനീഷിനോട് ഇരിക്കാൻ പറഞ്ഞ സമയത്ത് അവൻ പറയുന്നുണ്ട്, എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ല, കാരണം നീ എന്ത് പറയാനാണ് വിളിപ്പിച്ചതെങ്കിലും അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എന്തായാലും നീ എന്നെ വിളിപ്പിച്ച സ്ഥിതിക്ക് നീ ഒരു നല്ല കാര്യം പറയാനായിരിക്കില്ല എന്നെ വിളിപ്പിച്ചിട്ടുണ്ടാവുക. അതെന്തായാലും എന്നെക്കൊണ്ട് യോജിക്കാനാവുന്ന കാര്യവും ആയിരിക്കില്ല. അതിന് വെറുതെ എന്തിനാ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്? അപ്പോൾ മേഘ പറയുന്നുണ്ട്, ആഹാ കുഴപ്പമില്ലല്ലോ, എന്നെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ശരി, ഞാൻ ചുറ്റിവളച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് തന്നെ വരാം. എന്നിട്ട് മനോഹരനോട് പറയാണ്, അങ്കിൾ ആ 10 ലക്ഷം രൂപ എടുക്ക്. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് മനോഹരൻ വേഗം തന്നെ ബാഗിൽ നിന്നും 10 ലക്ഷം രൂപ എടുത്ത് ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. മനീഷ് ഒരു പരിഹാസത്തോടെയാണ് ചിരിച്ചു നിൽക്കുന്നത്. അപ്പോൾ പണം അവിടെ വെച്ചതിന് ശേഷം മേഘ മനീഷിനോട് പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്കുള്ളതാണ്, എടുത്തോളൂ. മാത്രമല്ല മനീഷ് ചോദിക്കുന്നുണ്ട്, എനിക്കെന്തിനാ ഇത്രയും അധികം പണം? അപ്പോൾ മേഘ പറയാണ്, ഇനി ജീവിതത്തിൽ ഒരിക്കലും നീ പ്രിയയുടെ അടുത്തേക്ക് വരരുത്, അവളെ കാണാനോ അവളോട് സംസാരിക്കാനോ പാടില്ല. തൻ്റെ മകളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മേഘ തരുന്ന കൈക്കൂലിയാണിതെന്ന് മനീഷിന് മനസ്സിലാവുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെയാണ് മേഘയെ നോക്കുന്നത്. ഞാൻ പ്രിയയെ നന്നായി നോക്കിക്കോളാം, അവൾക്ക് ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ അവളെ ഞാൻ നന്നായി വളർത്തിക്കോളും. അവളെപ്പറ്റി നിനക്ക് യാതൊരു ടെൻഷനും വേണ്ട. ഈ പണവും എടുത്തുകൊണ്ട് പോയിട്ട് നീ നിൻ്റെ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിച്ചോളൂ. നിനക്ക് ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാം, ആരോടൊപ്പം വേണമെങ്കിലും ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല. മറുപടിയൊന്നും പറയാതെ മനീഷ് കേട്ട് നിൽക്കുകയാണ്, മേഘ എത്രത്തോളം പറയുമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നീയും ഒരിക്കലും കടന്നു വരരുത്. എൻ്റെ മോളെ മേലാൽ ഇനി ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ല. അത് കേട്ടിട്ട് മനീഷ് ചിരിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഈ ക്യാഷ് എടുത്തോളൂ. ഇനി ഒരു പക്ഷേ ഈ ക്യാഷ് പോരെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ തരാം. അത് കേട്ട സമയത്ത് മനീഷ് ഒരു ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തോ മനസ്സിൽ അർത്ഥം വെച്ചുകൊണ്ടാണ് അവൻ ചിരിക്കുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, പക്ഷേ ഇനി ഒരിക്കലും നീ പ്രിയയുടെ അരികിൽ പോലും വരാൻ പാടില്ല. അല്പസമയത്തിന് ശേഷം മനീഷ് മേഘയോട് പറയാണ്, ഓ അപ്പോൾ നീ പ്രിയയ്ക്ക് കൊടുക്കുന്ന വില വെറും 10 ലക്ഷം രൂപ മാത്രമാണോ? അത് കേട്ട് മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതല്ലേ പറഞ്ഞത്, നീ ഇനി എത്ര ചോദിക്കുകയാണെങ്കിലും ഞാൻ തരാമെന്ന്. ഇപ്പോൾ തൽക്കാലം ഈ പണം എടുത്തോളൂ. എപ്പോഴൊക്കെ നിനക്ക് പണം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഇനി ഒരിക്കലും നീ പ്രിയയുടെ കൺമുന്നിൽ പോലും വരാൻ പാടില്ല. അല്പസമയം ഒന്ന് ആലോചിച്ചതിന് ശേഷം മേഘയെയും മനോഹരനെയും മാറി മാറി നോക്കിയിട്ട് മനീഷ പണം എടുക്കുകയാണ്. മേഘ ശരിക്കും സ്റ്റക്കായിട്ടുണ്ടായിരുന്നു, കാരണം മേഘ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മനീഷ പണം എടുക്കുന്നു. അവൾ അതിശയത്തോടെ മനോഹരനെ നോക്കുകയാണ്. മനോഹരനും മേഘയെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ഒരു കൗശലം നിറഞ്ഞ ചിരിയോടുകൂടി മനീഷ അവരെ രണ്ടുപേരെയും നോക്കുകയാണ്. മേഘ അതിശയത്തോടെയും ആശ്ചര്യത്തോടെയും പറയാണ്, ആഹാ കുഴപ്പമില്ലല്ലോ, കർപ്പൂരം പോലെ പെട്ടെന്ന് തന്നെ കത്തിയല്ലോ. ഇങ്ങനെ തന്നെ വേണം, മേഘ സന്തോഷത്തോടു കൂടി പറയാണ്. മനീഷു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ പണം കയ്യിലെടുത്തുകൊണ്ട്. ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ പണം എടുത്തുകൊണ്ട് പോവുകയാണ്. മേഘയ്ക്ക് അവളുടെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു, കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മനീഷ പണം എടുക്കുന്നു, ഇനി പ്രിയയെ കാണാതിരിക്കാൻ ശ്രമിക്കുന്നൊക്കെ. കാരണം മനീഷ അവളുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നത് തന്നെയാണ് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മനീഷ പണം എടുത്തത് മേഘ വല്ലാതെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് മനോഹരൻ പറയുന്നുണ്ട്, എന്താ മോളെ ഇത്, അവൻ ഒരുപാട് തർക്കിക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, പെട്ടെന്ന് തന്നെ പണം എടുത്തിട്ട് പോയല്ലോ. ഇത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം തന്നെ അവന് പണവും കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. മേഘയും അതിശയത്തോടെയാണ് സംസാരിക്കുന്നത്. അതേ അങ്കിൾ, ഞാൻ തന്നെ അവനെ എന്തൊക്കെയാണെന്നാണ് വിചാരിച്ചത്. നിങ്ങൾ പറഞ്ഞ പ്ലാന് ഈസി ആയിട്ട് വർക്കൗട്ടായി. അപ്പോൾ മനോഹരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, മേഘ ഇനി ഈ മനീഷ് നമ്മുടെ പ്രിയമോളുടെ അടുത്ത് പോലും വരില്ല. നീ വിചാരിച്ചതുപോലെ ഒരു ജീവിതം ആരംഭിച്ച് സമാധാനത്തോടെ ജീവിക്കാം. മേഘ സത്യം പറഞ്ഞാൽ വല്ലാതെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതേസമയം ചന്ദ്രികയാണെങ്കിൽ ക്ഷേത്രത്തിലാണ് ഉണ്ടായിരുന്നത്. അവൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സിദ്ധാർത്ഥനെ കാണുന്നത്. അവൾ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്, ആഹാ സർ, ഞാൻ ക്ഷേത്രത്തിലുണ്ടായിരുന്നതെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ സിദ്ധു പ്രണയത്തോടെ പറയുന്നുണ്ട്, എന്താ ചന്ദ്രിക, എനിക്കിതുപോലും അറിയില്ലെന്നാണോ നീ കരുതിയത്? നിൻ്റെ മനസ്സിനകത്തല്ലേ ഞാനുള്ളത്. അത് കേട്ട് ചന്ദ്രികയും ഒന്ന് പ്രണയത്തോടെ ആണെങ്കിലും പിന്നീട് അവൾ കുസൃതിയോടെ പറയുന്നുണ്ട്, ഓ അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ദൂരം നടക്കാൻ സാധിക്കാത്തത്. സിദ്ധുവും വിട്ടുകൊടുക്കുന്നില്ല, അതെ അതെ, ഭാരം ഒരുപാട് അധികമാണല്ലോ. ചന്ദ്രിക പുഞ്ചിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് കാര്യം പറയാണ്, ചന്ദ്രിക നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ സർ? ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കുന്നതിനുള്ള ടെൻഡറിന് ഞാനും പേര് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിൻ്റെ പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് കേട്ട് ചന്ദ്രിക അതിശയത്തോടെ നിൽക്കുകയാണ്. നാളെ നമ്മൾ ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ ഓഫീസ് വരെ പോകണം. അപ്പോൾ ചന്ദ്രിക ചെറിയൊരു ഭയത്തോടെ ചോദിക്കുന്നുണ്ട്, ഗവൺമെൻറ് ഓർഡറാണെന്നാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ വലിയൊരു ഓർഡർ ആയിരിക്കില്ലേ സർ? അത്രയും വലിയൊരു ഓർഡറൊക്കെ നമുക്ക് കിട്ടുമോ സർ? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ പിന്നീടുള്ള കാര്യം,
ആദ്യം നമ്മൾ അതിൽ പങ്കുചേരണം. സിദ്ധാർത്ഥിൻ്റെ കോൺഫിഡൻസ് കാണുന്ന സമയത്ത് ചന്ദ്രിക പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഇനി ഒരു പക്ഷേ കിട്ടിയെന്ന് വിചാരിക്കൂ, അപ്പോൾ നമ്മളത് കൂളായിട്ട് ചെയ്യണം. സിദ്ധാർത്ഥിൻ്റെ കോൺഫിഡൻസ് കാണുന്ന സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മേലുള്ള വിശ്വാസത്തേക്കാൾ നിങ്ങൾക്ക് എൻ്റെ മേലുള്ള വിശ്വാസം കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു സർ. ആ വിശ്വാസത്തെ തീർച്ചയായിട്ടും ഞാൻ സംരക്ഷിക്കും. അത് കേട്ട് സിദ്ധാർത്ഥും സന്തോഷത്തോടെ അഭിമാനത്തോടെയും ചന്ദ്രികയെ നോക്കുകയാണ്. ഇന്ന പ്രസാദം എടുക്കൂ സർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക പ്രസാദം സിദ്ധാർത്ഥിന് നേരെ നീട്ടുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് വേഗം തന്നെ അവളോട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഈ ഒരു ഓർഡർ നിനക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ പ്രസാദം തൊട്ടിട്ട് ചന്ദ്രികയുടെ നെറ്റിയിലാണ് വെക്കുന്നത്. അവളത് തീർത്തും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഭയന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു നാണക്കേടൊക്കെ പോലെ ചന്ദ്രിക ചുറ്റിലും നോക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, എന്താ സർ, അന്നേ ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ സർ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്നുള്ള അർത്ഥത്തിൽ സിദ്ധു ചോദിക്കുന്നുണ്ട്. അതെന്താ സർ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശമായിട്ട് തെറ്റിദ്ധരിക്കും. സിദ്ധുവും ചുറ്റിലും നോക്കുകയാണ്. ആരും അവരെ നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥ് ചന്ദ്രികയോട് പറയുന്നുണ്ട്, നീ എന്തൊക്കെ ഈ പറയുന്നത് ചന്ദ്രിക? ആരെങ്കിലും കണ്ടിട്ട് മോശമായിട്ട് തെറ്റിദ്ധരിക്കാൻ മാത്രം ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് ആ ഗവൺമെൻറ് ടെൻഡർ കിട്ടണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ കുങ്കുമം നിൻ്റെ നെറ്റിയിൽ വെച്ചത്. ഇതിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനുള്ള എന്താ ഉള്ളത്? സിദ്ധാർത്ഥിനോട് പറഞ്ഞു ജയിക്കാനാവില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഉത്തരം മുട്ടിക്കും. അത് കേട്ട് സിദ്ധാർത്ഥ ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ നിനക്ക് വെച്ച് തന്നതുപോലെ നീ എനിക്കും വെച്ച് തരാമോ? ചന്ദ്രിക ചെറിയൊരു കൺഫ്യൂഷനോട് കൂടിയാണ് നിൽക്കുന്നത്, വെക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട്. അവസാനം അവൾ പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട സർ, വാ. ചന്ദ്രിക മുന്നോട്ടേക്ക് നടന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സിദ്ധാർത്ഥ അതേ നിൽപ്പ് തന്നെ നിൽക്കുകയാണ്. അവൾ വീണ്ടും വന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് പറയുന്നുണ്ട്, സർ വാ സർ. പക്ഷേ സിദ്ധാർത്ഥ് കേൾക്കാത്ത ഭാവത്തിലാണ് നിൽക്കുന്നത്. അയ്യോ വാശി പിടിക്കാതെ വാ സർ. അപ്പോൾ സിദ്ധാർത്ഥ ആംഗ്യത്തിലൂടെ കാണിക്കുന്നുണ്ട്, നീ എനിക്ക് നെറ്റിയിൽ ചന്ദനം തൊട്ട് തന്നാൽ മാത്രമേ ഞാൻ നിൻ്റെ കൂടെ വരുള്ളൂ എന്ന്. അയ്യോ ഇനി അത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ് സർ എന്ന് പറഞ്ഞ് ചന്ദ്രിക ചുറ്റിലും നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥിൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുകയാണ്. അത് കണ്ട് സിദ്ധാർത്ഥ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഇനി നമുക്ക് പോകാമോ? പോകാലോ. രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ആ ഗവൺമെൻറ് ഓഫീസിലെ ടെൻഡർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ എത്തിയ സമയത്ത് ചന്ദ്രികയോട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ചന്ദ്രിക ഗവൺമെൻറ് ഓഫീസ് വന്നു, നമുക്ക് പോയാലോ? ശരി എന്ന് പറഞ്ഞ് ചന്ദ്രിക വേഗം ഡോറ് തുറന്ന് ഇറങ്ങുകയാണ്. പക്ഷെ അവൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവളുടെ സാരിയുടെ മുന്താണിയിൽ ആരോ പിടിച്ചിരിക്കുന്ന പോലെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പിന്നോട്ട് നോക്കാതെ തന്നെ പറയുന്നുണ്ട് സിദ്ധുവിനോട്, സർ എന്താ സർ, എന്താ സർ ഇത്? സർ എന്തിനാ ഇപ്പം എൻ്റെ സാരിയുടെ മുന്താണി പിടിച്ചു വെച്ചിരിക്കുന്നത്? സിദ്ധാർത്ഥ നോക്കുന്ന സമയത്ത് ചന്ദ്രികയുടെ സാരിയുടെ മുന്താണി സീറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവൻ ചിരിച്ചുകൊണ്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഞാനൊന്നും നിൻ്റെ സാരിയുടെ മുന്താണിയൊന്നും പിടിച്ചു വെച്ചിട്ടില്ല. നിൻ്റെ സാരിയുടെ മുന്താണി ഹാൻഡ് ബ്രേക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് നോക്ക്. ചന്ദ്രിക തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവളുടെ സാരിയുടെ മുന്താണിയുടെ ആ ഒരു ഭാഗം ഹാൻഡ് ബ്രേക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. സിദ്ധാർത്ഥ അത് അവൾക്ക് ഇളക്കി മാറ്റി കൊടുക്കുന്നുണ്ട്. ചന്ദ്രിക ചമ്മലോടുകൂടിയാണ് നിൽക്കുന്നത്. സിദ്ധാർത്ഥ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ചന്ദ്രികയുടെ അടുത്തേക്ക് വരികയാണ്. സിദ്ധു അവളെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ട്. ചന്ദ്രിക ചമ്മലോടെ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അകത്തെത്തിയിട്ട് റിസപ്ഷനിസ്റ്റിനോട് അവിടെ ടെൻഡറിൽ പങ്കുചേരാനുള്ള ഫോമിന് ചോദിക്കുകയാണ്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്, 15,000 രൂപ അടച്ചാലേ ടെൻഡറിനുള്ള ഫോം കിട്ടുള്ളൂ എന്ന്. തീർച്ചയായിട്ടും അതടക്കാം എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധാർത്ഥ് ഫോം ചോദിക്കുന്നത്. അവിടെയുള്ള കൗണ്ടറിൽ പണം അടച്ചിട്ട് ചെല്ലാനം വാങ്ങിയിട്ട് വരൂ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോം തരാം. ശരി. എന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക കൗണ്ടർ അവിടെയാണുള്ളത്, വാ പണം അടച്ചിട്ട് വരാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കൗണ്ടറിന് അടുത്തേക്ക് പോവാണ്. ചന്ദ്രികയാണ് അവിടെ എത്തിയപ്പോൾ സംസാരിക്കുന്നത്, സർ ടെൻഡറിനുള്ള ഫോമിന് വേണ്ടിയിട്ടുള്ള പണം അടക്കാൻ വന്നതാണ്. ശരി. അപ്പോൾ സിദ്ധാർത്ഥ് വേഗം തന്നെ പണം എടുക്കാൻ പോകുമ്പോൾ ചന്ദ്രിക തടയുകയാണ്. വേണ്ട സർ, ഞാൻ പണം കൊണ്ടുവന്നിട്ടുണ്ട്. സർ ഡെപ്പോസിറ്റ് എമൗണ്ട് ഞാൻ തന്നെ അടച്ചോളാം. കുഴപ്പമില്ല ചന്ദ്രിക, ഞാൻ അടച്ചോളാം, സിദ്ധാർത്ഥും വാശിയോടെ പറയാണ്. ഇല്ല സർ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ അവളെ നോക്കുന്ന സമയത്ത് അവൾ സ്നേഹത്തോടെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം കാലം കഷ്ടപ്പെടുന്നത് സർ, ഇത് ഞാൻ തന്നെ അടച്ചോളാം. ചന്ദ്രികയുടെ ആ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ശരി നീ തന്നെ അടച്ചോളൂ. അങ്ങനെ ചന്ദ്രികയാണ് പണം കൊടുക്കുന്നത്. പണം അടച്ചതിന് ശേഷം ചെല്ലാനും കിട്ടുകയും അയാൾ പറയുന്നുണ്ട് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഫോം വാങ്ങിക്കോളുന്നു. അങ്ങനെ ഫോം വാങ്ങിയിട്ട് ചന്ദ്രികയും സിദ്ധുവും കൂടി ഇരുന്നിട്ട് അത് ഫില്ല് ചെയ്യാണ്. ആ സമയത്താണ് മേഘയും മനോഹരനും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. മേഘ നേരെ പോയിട്ട് ഫോമിന് ചോദിക്കുകയാണ്. ആ സമയത്ത് മനോഹരനാണ് ചന്ദ്രികയും സിദ്ധുവും കൂടി അവിടെ ഇരുന്നിട്ട് ഫോം ഫില്ല് ചെയ്യുന്നത് കാണുന്നത്. അയാളിങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് കാണാത്ത മേഘയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ അങ്ങോട്ടേക്ക് നോക്ക്. മേഘ അങ്ങോട്ട് നോക്കി അവർ രണ്ടുപേരെയും കണ്ടപ്പോൾ വല്ലാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, നോക്ക് മേഘ, നമ്മൾ എവിടെ പോയാലും ശത്രുക്കളായിട്ട് ഇവർ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. വീട് നമ്മൾ അപഹരിച്ചു, എല്ലാ ബിസിനസ്സും നമ്മൾ നമ്മുടെ കീഴിലാക്കി,
എന്നാലും ഈ ചന്ദ്രിക അടങ്ങുന്നില്ലല്ലോ. മനോഹരൻ പല്ല് കടിച്ചുകൊണ്ട് പറയാണ്. മേഘയ്ക്ക് അത് കേട്ടതും വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൾ അങ്കിളിനോട് പറയാണ്, അങ്കിൾ എങ്ങനെയെങ്കിലും ഈ ടെൻഡർ നമുക്ക് തന്നെ കിട്ടണം. ഇത് ചന്ദ്രികയ്ക്ക് കിട്ടാനേ പാടില്ല. ഇനി ഒരു പക്ഷെ നമുക്ക് ടെൻഡർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എത്ര പണം കൊടുത്തിട്ടാണെങ്കിലും ഓഫീസർമാരെ വിലക്കെടുത്തിട്ടാണെങ്കിലും ഈ ടെൻഡർ നമുക്ക് തന്നെ കിട്ടണം. ശരി മോളെ, അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ പോയിട്ട് ടെൻഡറിനുള്ള ഫോം വാങ്ങിയിട്ട് വരാം. മനോഹരനകത്ത് പോയിട്ട് ടെൻഡറിനുള്ള ഫോം വാങ്ങിക്കുന്ന സമയം അത്രയും മേഘ സിദ്ധുവിനെയും ചന്ദ്രികയും നോക്കി നിൽക്കുകയാണ്. പക്ഷേ സിദ്ധുവും ചന്ദ്രികയും മേഘയും മനോഹരൻ അവിടെ വന്നത് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഫോം ഫില്ല് ചെയ്യുന്ന തിരക്കിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് മനോഹരൻ പോയിട്ട് ചെല്ലാനം കെട്ടിയിട്ട് വന്നിട്ട് ഫോം വാങ്ങിക്കുകയാണ്. ചെല്ലാനം കെട്ടിയ പേപ്പർ കൊടുത്തപ്പോൾ അവർക്കുള്ള ഫോമും കൂടി കിട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥും ചന്ദ്രികയും ഫോം ഫില്ല് ചെയ്ത് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയോട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ഇത് കൊണ്ട് കൊടുക്കാമെന്ന്. എന്നിട്ട് അവൾ എഴുന്നേൽക്കുമ്പോഴേക്കും സിദ്ധു പറയാണ്, ഒരു നിമിഷം ഒന്നുകൂടെ ക്ലിയർ ചെയ്യട്ടെ, നോക്കിയിട്ട് ക്ലിയർ ചെയ്യട്ടെ എന്ന്. ആ സമയത്താണ് സിദ്ധാർത്ഥിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. നീ അതൊന്നുകൂടി ചെക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. സിദ്ധാർത്ഥ് ചന്ദ്രികയോട് പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അർജൻറ്റ് കോൾ ആയതുകൊണ്ടാണ് സിദ്ധാർത്ഥ് ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്തത്. ചന്ദ്രിക വേഗം റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് അത് തിരിച്ചു കൊടുക്കാൻ വന്ന സമയത്താണ് മേഘയും മനോഹരൻ അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത്. മേഘയും മനോഹരനെ നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്രിക കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അവളുടെ കയ്യിൽ പൂരിപ്പിച്ച ഫോം അവിടെ റിസപ്ഷനിസ്റ്റിനെ ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് ഇടങ്ങാണിട്ടുകൊണ്ട് മേഘയും മനോഹരനും ചന്ദ്രികയെ തന്നെ നോക്കുന്നുണ്ട്. മാത്രമല്ല മനോഹരൻ മേഘയുടെ അർത്ഥം വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. മേഘ മോളെ, ചില പേർക്ക് കലക്ടറാവാനൊക്കെ ആഗ്രഹം കാണും, പക്ഷേ യോഗം ഉണ്ടാവുക കഴുതയാവാനാ. ചന്ദ്രികയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാളത് പറഞ്ഞത്. അത് ചന്ദ്രികയ്ക്ക് മനസ്സിലായതുമാണ്. അവൾ ദേഷ്യത്തോടെ എരിയുന്ന നോട്ടം നോക്കുകയാണ് അവർ രണ്ടുപേരെയും. സിദ്ധു നോക്കുന്ന സമയത്ത് ചന്ദ്രിക അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങോട്ടേക്ക് പോയി എന്ന് അവന് മനസ്സിലാവുകയാണ്. ആ സമയത്താണ് മേഘയും തമാശയാക്കൊണ്ട് പറഞ്ഞത്, അങ്കിള് പറഞ്ഞത് ശരി തന്നെയാണ്. ചന്ദ്രിക അവരെ രണ്ടുപേരെയും ദേഷ്യത്തോടെയും വെറുപ്പോടും കൂടി നോക്കുകയാണ്. ആ സമയത്ത് മനോഹരനും വിട്ടുകൊടുക്കുന്നില്ല. എന്താ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാനിതൊന്നും കണ്ട് പേടിക്കുന്നു നീ വിചാരിക്കണ്ട. അവിടെ ചെറുതായിട്ടൊരു ബഹളം നടക്കുന്ന പോലെ തോന്നിയതുകൊണ്ടാണ് സിദ്ധാർത്ഥ അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക? അപ്പോൾ ചന്ദ്രികയും വിട്ടുകൊടുക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, സിദ്ധു സർ, ഒരു കാര്യമില്ലാതെ മനോഹരൻ വെറുതെ എൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ അവൻ്റെ ഷർട്ടിൻ്റെ കൈയൊക്കെ തെരുത്ത് കയറ്റുകയാണ്. അത് കണ്ടത് മനോഹരൻ ഭയന്നിട്ട് പിന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇതെന്തിനായിരിക്കും കൈയൊക്കെ കയറ്റുന്നത്? അപ്പോൾ സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട്, എന്താ മനോഹര, വെറുതെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണോ? അപ്പോൾ മനോഹരൻ ഭയത്തോടെ പറയാണ്, ഇങ്ങോട്ട് നോക്ക് സിദ്ധു, ഞാനും മേഘയും നിന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, ഇവിടെ ടെൻഡർ പിടിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് മേഘയോട് പറയാണ്, മേഘ വാ പോവാം മോളെ. എന്നിട്ട് മേഘയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. മനോഹരൻ്റെ ആ പോക്ക് കാണുന്ന സമയത്ത് ചന്ദ്രികയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, വിട്ടേക്ക് സാർ. പക്ഷേ സിദ്ധാർത്ഥിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്താണ് മേഘ മനോഹരനോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ സിദ്ധാർത്ഥിനെ കാണുമ്പോൾ എപ്പോഴും ഭയപ്പെടുന്നത് അമ്മവാ? അപ്പോൾ മനോഹരൻ ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താ മോളെ, ഞാനേ അവനെ തല്ലി കൊന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ജയിലിൽ പോകേണ്ടി വരില്ലേ? മനോഹരൻ ആളാവാൻ നോക്കുകയാണ്. അത് കേട്ടിട്ട് മേഘയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മേഘ തമാശയായിട്ട് ചോദിക്കുന്നുണ്ട്, സത്യമായിട്ട് നിങ്ങൾക്ക് സിദ്ധുവിനെ അടിക്കാനുള്ള ധൈര്യം ഉണ്ടോ അമ്മാവാ? അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത്? അമ്മാവൻ്റെ അടി നീ കണ്ടതല്ലേ, ഓരോ അടിയും ഇടിക്കല്ല് പോലെ ഉണ്ടാവും. മേഘ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അമ്മാവൻ പറയുന്നതൊക്കെ കള്ളത്തരാണെന്ന് അവൾക്കും അറിയായിരുന്നു. അപ്പോൾ മനോഹരൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കുന്നത് ഇവൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നതൊക്കെ അവൾ വിശ്വസിക്കുന്നത്. ഇന്നാ ഫോം ഫില്ല് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഫോം കൊടുക്കുകയാണ്. മേഘ അത് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ മീറ്റിംഗ് തുടങ്ങുകയാണ്. സിദ്ധാർത്ഥും ചന്ദ്രിക ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ഒരു വർഷത്തിൽ 2 ഇങ്ങനെയുള്ളൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ടേൺ ഓവർ തന്നെ മാറും. ചന്ദ്രികയ്ക്കും അത് കേട്ടപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുമോ സാർ? തീർച്ചയായിട്ടും. അപ്പോഴേക്കും മേഘയും മനോഹരനും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെൻഡറിനുള്ള വിളിയൊക്കെ തുടങ്ങിയ സമയത്ത് അവർ അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അധികാരികൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. യൂണിഫോമിനുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതുവരെ കെട്ടിയ പൈസയേക്കാൾ കൂടുതൽ, അതായത് എല്ലാവരും സ്വയം മനസ്സിൽ ഇതാക്കിയിട്ട് വരുന്ന പൈസ എത്രയാണെന്ന് വെച്ചാൽ അതവിടെ എഴുതിയിടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആരാണോ ഏറ്റവും അധികം പണത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നത് അവരുടെ കമ്പനിയെ നോക്കിയതിന് ശേഷം അവർക്ക് തന്നെ ഈ ടെൻഡർ കൊടുക്കുന്നതാണ് അധികാരികൾ പറയുന്നത്. എത്രയാണ് പണം എഴുതുക എന്നുള്ള കാര്യത്തിലായിരുന്നു എല്ലാവർക്കും കൺഫ്യൂഷൻ. കാരണം ഒരാൾ എഴുതിയതിനേക്കാളും കൂടുതലായിരിക്കണം മറ്റുള്ളവർ എഴുതിയിരിക്കുന്നത്. ചന്ദ്രികയുടെ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പണം എഴുതിയാലും അവളുടെ കമ്പനി അത്രയധികം ഫേമസ് ഒന്നുമല്ല. അതുകൊണ്ട് ആ ഒരു വർക്ക് അവൾക്ക് കിട്ടുമെന്നുള്ളൊരു ഭയം അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ മേഘയും മനോഹരനും എന്ത് തന്നെയാലും ചന്ദ്രികയ്ക്ക് കിട്ടരുതെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ആസൂത്രണങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രാവശ്യം ഈ ടെൻഡറിന് നമുക്ക് ഒരുപാട് ലാഭമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചന്ദ്രികയ്ക്ക് ഇത് കിട്ടാൻ പാടില്ല എന്ന് മേഘ ഉറച്ചു തീരുമാനിക്കുകയാണ്. ഈ പ്രാവശ്യം ഇത് കിട്ടുകയാണെങ്കിൽ അടുത്ത തവണ നമുക്ക് തന്നെ കിട്ടുമെന്ന് അവൾക്ക് അറിയായിരുന്നു.
ചന്ദ്രിക അതേസമയം സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എത്ര പണമാണ് ഇത് ഇവിടെ എഴുതിയിടുക, കാരണം നമ്മൾ ഈ ഒരു പണത്തിനെ കുറിച്ചിട്ട് കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം ആ പണം കൊണ്ട് നമുക്ക് ഈ ഒരു വർക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാവും. സിദ്ധാർത്ഥം അവളോട് പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഗവൺമെൻറ് നമുക്കെതിരെ ആക്ഷൻ എടുക്കും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുക ആ ഒരു പണം തന്നെ നമുക്കിവിടെ എഴുതിയിടാം. സിദ്ധാർത്ഥ് പറയാണ്. ശരി, സാറ് തന്നെ പറയൂ, എത്ര പണത്തിന് നമുക്ക് ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഒരു എമൗണ്ട് എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ ചന്ദ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരും അവരെ കൊണ്ട് സാധിക്കുന്ന കൊട്ടേഷൻ അവിടെ എഴുതിയിടുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ ചന്ദ്രികയും അവസാനമാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.